ഇതിനെങ്ങനെയാണ് നമ്മുടെ പിതാവാകാൻ കഴിയുക? ഇതൊന്നും മിണ്ടുന്നുമില്ല, ഒട്ടും ചിരിക്കുന്നു പോലുമില്ല. ഇത് അദ്ദേഹത്തിന്റെ സ്വരൂപമാണ്. ഇതിലൂടെയാണ് നാം അദ്ദേഹത്തെ പൂജിക്കുന്നത്. എല്ലാവരും എന്തിനാ പിതാവിനെ പൂജിക്കുന്നത്? കാരണം നിന്റെ പിതാവ് ജഗത് പിതാവാണ്, സമസ്ത പ്രപഞ്ചത്തിന്റെയും പിതാവാണ്. അല്ല, ഇത് നമ്മുടെ മാത്രം പിതാവാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സ്നേഹവും നമുക്ക് മാത്രം ഉള്ളതാണ്. പുത്രി, നിന്റെ പിതാവിന്റെ സ്നേഹം ആഴമേറിയ സാഗരം പോലെയാണ്. എത്ര തന്നെ സ്നേഹിച്ചാലും അതൊരിക്കലും കുറയില്ല. ഒരു സന്താനത്തെ മാത്രം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുകയും ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്വഭാവമല്ല പുത്രി. അദ്ദേഹം ഒരിക്കലും പക്ഷഭേദം കാണിക്കുന്നതല്ല. ഈ പ്രപഞ്ചം പിതാവിനെ പൂജിക്കുന്നത് എന്തിനാണ്? കാരണം അദ്ദേഹത്തെ ആത്മാർത്ഥമായി പൂജിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹം പ്രാപ്തമാവുന്നതാണ്. അങ്ങനെ അവരുടെ ഓരോ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും.